പർവ്വതങ്ങളെ അള്ളാഹു എടുത്തു പൊടിച്ചാൽ പിന്നെ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു തആല ഖാഅൻ സഫ്സഫായി വിട്ടേക്കും എന്നാണ്. അതെന്ത് എന്നുള്ള നമ്മൾ പറഞ്ഞത്. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത. ലാ തറാ ഫീഹാ, ലാ തറ താങ്കൾ കാണില്ല, ഫീഹ എന്നാ ഫിൽ അർദ് ഭൂമിയിൽ, ഇവജൻ, ഇവജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിമ്ന സ്ഥലത്തിന് പറയും. ഇവജ് എന്നാൽ നിമ്നമായ സ്ഥലം, കുഴിഞ്ഞ സ്ഥലം എന്നർത്ഥത്തിന് പറയും ഇവജ്. വളവ് എന്നതിന് പറയും. വല അംത, അംത് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം, നേരിയ ഉയർച്ചക്കാണ് പറയാം, ഉയർന്ന സ്ഥലം അംത്. ലാ തറാ ഫീഹ ഭൂമിയിൽ നീ കാണില്ല, ഇവജൻ വല അംത, കുഴിയോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലമോ കാണൂല. അതാണ് ഇവജ്. ഇവജും ഉണ്ട് അവജും ഉണ്ട്. രണ്ടും വളവിനാണ് പറയാ, വളവിന് പറയാം. ആശയങ്ങളിലുള്ള വളവിനാണ് ശരിക്കും ഇവജ് പറയാം. വസ്തുക്കളിലുള്ള വളവിന് അവജ് എന്നാ പറയാ. സൂറത്ത് കഹ്ഫിന്റെ തുടക്കം എങ്ങനെയാ നമ്മൾ വലം യജഅൽ ലഹു ഇവജ. കിതാബിൽ എന്തില്ല, ഇവജില്ല. ആശയങ്ങളിലാണ് ഇവജ് പ്രയോഗിക്കുക. ആശയങ്ങളിലുള്ള വക്രത, വളവ് ഇതിനാണ് പറയുക. പക്ഷേ സ്ഥലങ്ങളിലും മറ്റൊക്കെയുള്ള അവജ്, വളവിന് എന്താ പറയുക, അവജ് എന്നാ പറയുക. ഇവിടെ ഇവജ് തന്നെയാണ് വേണ്ടത്, പക്ഷെ ആശയങ്ങളിൽ എന്താണ് വേണ്ടത്, അവജാണ് വേണ്ടത്. പണ്ഡിതന്മാർ പറയാണ് എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഇവജ് എന്ന് പറഞ്ഞു, അവജ് എന്ന് പറയാതെ. അള്ളാഹു സുബ്ഹാനഹു തആല ഖാഅൻ സഫ്സഫാക്കിയിട്ട് വിട്ടാൽ പിന്നെ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു വളവും ഒരു കുഴിയൊന്നും കാണൂല. ദൃഷ്ടിയിൽ കാണാൻ എന്തില്ല, വളവില്ല. പിന്നെന്ത് വേണം, സൂക്ഷ്മതയിൽ നോക്കിയിട്ട് പറയണം എന്തെങ്കിലും ഒരു വളവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴി, അത്രമേൽ നിരപ്പായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഈ സൂക്ഷ്മ നിരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്ന വളവ് വല്ലതും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അത് ആളുകളുടെ പഠനത്തിലൂടെ അല്ലെങ്കിൽ ആളുകളുടെ നിരീക്ഷണങ്ങളിലൂടെയാണല്ലോ വരിക. അതുകൊണ്ട് തന്നെ ആശയത്തിൽ കാണുന്ന വളവ് തന്നെയാണ് ഇവിടെ ഉദ്ദേശം. കാരണം എന്താ, ദൃഷ്ടിയിൽ കാണാൻ ഒരു വളവുമില്ല, ഒരു കുഴിയൊന്നുമില്ല. പിന്നെയോ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ആരെങ്കിലും നിരീക്ഷിച്ച് പറയുന്ന വളവോ കുഴിയോ ഉണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയുള്ള വളവാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളത് തെളിയിക്കാനാണ് അത് പറഞ്ഞത്. ചില തഫ്സീറുകളിൽ അയ്യൻഖാൻ പർവ്വതങ്ങളെ എടുത്ത് അള്ളാഹു പൊടിയാക്കി പറത്തിയാൽ ഭൂമിയിൽ അന്ത്യനാളായാൽ ഇവജോ അംതോ കാണുകയില്ല എന്നാണ്. ഇവജ് എന്ന് പറഞ്ഞാൽ അതാണ് കുഴി അല്ലെങ്കിൽ വളവ്. അംത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന സ്ഥലം, നേരിയ ഉയർന്ന സ്ഥലങ്ങൾക്കാണ് അംത് എന്ന് പറയാം. നേരിയതുപോലും ഇല്ല എന്നുള്ളതാണ്. നേരിയ ഒരു കുഴിയോ നേരിയ ഒരു ഉയരമോ ഇല്ലാതെ ഖാഅൻ സഫ്സഫൻ ആക്കിയിട്ട് ഭൂമിയെ വിടും എന്നാണ്.